ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് 2025 വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. 1000 ഒഴിവുകളാണുള്ളത്. ഇന്ത്യ ഒട്ടാകെ ഫെബ്രുവരി 20 വരെ അപേക്ഷിക്കാം. വിജ്ഞാപനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്ത് സഹായിക്കണം. അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് കിടക്കാം. നെയിം ഓഫ് ദ പോസ്റ്റ് ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം. അപ്പോൾ കാറ്റഗറി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. SC 150, ST 75, OBC 270, EWS 100, ജനറൽ 405. ടോട്ടൽ 1000 വേക്കൻസികളാണ് ഉള്ളത്. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. SCക്ക് 150, STക്ക് 75, OBCക്ക് 270, EWCക്ക് 100, ജനറലിന് 405. ടോട്ടൽ 1000 വേക്കൻസികളാണുള്ളത്. ഇന്ത്യ ഒട്ടാകെയുള്ള വേക്കൻസികളാണ് 1000 വേക്കൻസികൾ. ഇനി നമുക്ക് യോഗ്യതയെക്കുറിച്ച് നോക്കാം. മിനിമം 20 വയസ്സും മാക്സിമം 30 വയസ്സും. 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ് പ്രായപരിധി. അതായത് 30/11/1994 30/11/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി 60% മാർക്കോടെ പാസ്സായവരായിരിക്കണം. SC, ST, OBC, PWBD ഇവർക്ക് 55% മാർക്കുണ്ടായാൽ മതിയാകും. ഏജ് റിലാക്സേഷനെ കുറിച്ച് നോക്കാം. SC, STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും അതുപോലെ PWBDക്ക് 10 വർഷവും വയസ്സിളവുണ്ടായിരിക്കും. ഈ ശമ്പള സ്കെയിൽ നോക്കാം. 48,480 മുതൽ 85,920 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 750 രൂപയും പ്ലസ് GST ആണ്. അതുപോലെ സ്ത്രീകൾക്കും SC, ST, PWBD ഇവർക്ക് 150 രൂപയും പ്ലസ് GST ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിബിൽ സ്കോർ 650 മുകളിലായിരിക്കണം. നിങ്ങളുടെ സിബിൽ സ്കോർ ഒരിക്കലും 650 താഴെയാകാൻ പാടില്ല. ഓൺലൈൻ പരീക്ഷ വഴിയും അഭിമുഖവും വഴിയുമാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. ഇനി പരീക്ഷാ രീതി നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ് 30, മാക്സിമം മാർക്ക് 30, മീഡിയം ഇംഗ്ലീഷ്, സമയം 25 മിനിറ്റ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ 30, മാക്സിമം മാർക്ക് 30, ലാംഗ്വേജ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ടൈം 25 മിനിറ്റ്. റീസണിങ് എബിലിറ്റി അടുത്തത് 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, മാർക്ക് 30 ആണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് അതിൻ്റെ ലാംഗ്വേജ്, 25 മിനിറ്റ് ആണ് ടൈം. പിന്നെ അടുത്തത് ജനറൽ ആൻസേഴ്സ്, അതും ക്വസ്റ്റ്യൻ 30 ആണ്, മാക്സിമം മാർക്ക് 30 ആണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് ലാംഗ്വേജ് ആൻഡ് മീഡിയം, 15 മിനിറ്റ് ആണ് ടൈം. ടോട്ടൽ മാർക്ക് 120. കൂടാതെ എക്സാമിൻ്റെ 5ാമത്തെ പാർട്ട് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് ഈസി ഡിസ്ക്രിപ്റ്റീവ് ആണ്. ക്വസ്റ്റ്യൻസ് 2 ആണ്, മാർക്ക് 30, മീഡിയം ഇംഗ്ലീഷ്, ടൈം 30 മിനിറ്റ് ആണ്. ഇതിനായിട്ട് അനുവദിച്ചിരിക്കുന്ന ടൈം 30 മിനിറ്റ് ആണ്. ഇതാണ് എക്സാമിൻ്റെ സ്ട്രക്ചർ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും എക്സാം സെൻ്ററുകളുണ്ട്. കേരളത്തിലെ എക്സാം സെൻറ്റർ വരുന്നത് കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം എന്നിടങ്ങളിലാണ്. കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം കേരളത്തിലെ എക്സാം സെൻ്ററുകൾ. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.centralbankofindia.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് റിക്രൂട്ട്മെന്റ് വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്രെഡിറ്റ് ഓഫീസർക്കായി ഓൺലൈനായി അപേക്ഷിക്കേണ്ട PGDBF 2025 എന്ന ലിങ്ക് തിരഞ്ഞെടുക്കുക. അവിടെ രജിസ്ട്രേഷൻ പ്രക്രിയകൾ പൂർത്തിയാക്കുക. ഫോട്ടോഗ്രാഫ്സ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ആൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവ അപ്ലോഡ് ചെയ്യുക. അതുപോലെ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ ഏത് മോഡിലാണോ അത് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ മോഡിൽ അടയ്ക്കുക. അപേക്ഷ സമർപ്പിച്ച് ഭാവി റെഫറൻസിനായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ നോട്ടിഫിക്കേഷൻ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിലായിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും. എന്തായാലും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കി എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.
വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.